ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ചെറിയൊരു കുഞ്ഞു വ്ളോഗായിട്ടാട്ടെ ഞാനിന്ന് വന്നത്. അപ്പോൾ ഇന്ന് കുറച്ചൊരു തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഞാനിന്ന് വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചതേനി കേട്ടോ. കാരണം അതെടുക്കലും ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കലും ഒക്കെ സമയം വല്ലാതെ നേരം വൈകും. ഈ വ്ളോഗ് എടുക്കുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ക്ഷമ വേണം. സെൽഫി സ്റ്റിക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് ഇങ്ങോട്ട് എടുത്ത് വെച്ചൊക്കെ കളിക്കണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ അങ്ങോട്ട് ഉൾക്കൊള്ളിക്കുക വിചാരിച്ചതാണ്. അപ്പോൾ രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത്. ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തുന്നു കേട്ടോ. പെട്ടെന്നുള്ള പണിയാണേ. അപ്പോൾ മീനൊക്കെ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി സൂത മീനും കൊണ്ടുവന്ന് ചെറിയ മത്തിയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോഴേക്കും സൂത കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ എടുക്കണം കേട്ടോ. അതൊക്കെ എടുത്ത് കഷ്ണങ്ങളാക്കി എടുക്കണതിന് മുന്നേ ചോറ് വെന്ത്. അപ്പോൾ ഇനി ആ ചോറ് നൂറ്റിയെടുക്കണം. എൻ്റെ മുടിക്കെട്ടും കോലൊക്കെ കണ്ടാൽ എല്ലാവരും അമ്പരക്കും. നമ്മൾ എന്താ പറയുക വീഡിയോയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയിട്ടൊന്നല്ല കേട്ടോ സത്യത്തിൽ ഈ വ്ളോഗ് എടുക്കണത്. വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ് ഈ വ്ളോഗൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കിൽ തന്നെയാണെന്ന്. അപ്പോൾ നന്ദുമോൾ എണീച്ചിട്ടില്ല, കോളേജൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്ദുമോൾ കിടക്കുന്നുണ്ട്. പിന്നെ സിനേട്ടനൊന്നും പണിക്ക് പോയിട്ടില്ല. അപ്പം പണിക്ക് പോയിട്ടില്ല എന്നല്ല വർക്കില്ല. അപ്പോൾ ആളിവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയാണ് പോവാനുള്ളത്. പുറത്ത് വരെ ഒന്ന് പോകണം ഓരോരോ ആവശ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വേഗം പണിയൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റണതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കറിക്കുള്ള ഉള്ളിയും ഇതൊക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. അപ്പം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉള്ളിത്തോലും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചാൽ പിന്നെ അവിടെയൊന്നും വൃത്തികേടാവില്ലല്ലോ. ഞാൻ അങ്ങനെയാട്ടോ ചെയ്യൽ. ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ നന്നാക്കുമ്പോൾ ഞാൻ ഒരു പാത്രം അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് അപ്പം തന്നെ അതിലേക്ക് ആണ് ഇടുക കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ അടുപ്പിൻ്റെ ആ ഏരിയയിലൊന്നും വല്ലാണ്ട് വൃത്തികേടാവില്ല. പിന്നെ അവിടെ നിലത്ത് തന്നെ അങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ തോലൊക്കെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അവിടെ നന്നാക്കി എടുക്കുകയൊക്കെ വേണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യം അങ്ങനെ ചെയ്യും. അതിനിപ്പോൾ ഒരു എന്താ പറയുക നമ്മൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയായിട്ട് ചെയ്യാം. എന്താ പറയുക വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു പാത്രം കൊണ്ടുവയ്ക്കും. അങ്ങനെ നമ്മളെ ചോറ് ഊറ്റിയിടുകയാണ് കേട്ടോ. ഊറ്റിയിട്ടിട്ട് ഇനി അത് മൊത്തത്തിൽ വെള്ളം പോക്കിയിട്ട് വേണം അടുപ്പത്തൊന്ന് വെക്കണം. അതൊക്കെ ഞാൻ ക്യാമറയിൽ കാണിക്കണമൊന്നുമില്ല കേട്ടോ. അടിയൊന്ന് ചൂടാക്കിയെടുക്കും നമ്മൾ ആ ചോറിൻ്റെ ഊറ്റിയിട്ട പാത്രത്തിൻ്റെ. അപ്പോൾ എനിക്ക് കറി വെക്കണം. അപ്പോൾ അടുപ്പത്ത് തന്നെ കറി വെക്കാൻ വിചാരിച്ച കേട്ടോ. ഗ്യാസ് ഞാൻ അങ്ങനെ അങ്ങോട്ട് പകൽ കത്തിക്കലില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എല്ലാം പറഞ്ഞതാണ്. പകൽ ഞാൻ അടുക്കളയിൽ ഈ അടുപ്പ് കത്തിച്ചിട്ട് തന്നെയാണ് കേട്ടോ അധികം അടുക്കളയിലെ പണിയൊക്കെ എടുക്കുക. അതാണ് രസം. പിന്നെ ഗ്യാസ് നല്ല ലാഭിക്കുകയും ചെയ്യാല്ലേ. രാവിലത്തെ ആ ഒരു ബുദ്ധിമുട്ടിനാണ് നമുക്ക് ഗ്യാസ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒന്ന് നേരം വൈകി ഉറങ്ങി നീച്ചാലൊക്കെ ഗ്യാസ് ഉണ്ടെങ്കിൽ മക്കൾ സ്കൂളിലൊക്കെ പോകാൻ നേരത്തേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ ആയി കിട്ടുള്ളൂ. അപ്പം ആ ഗ്യാസ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്. എന്തായാലും ഇനി കറി വെക്കുകയാണ്. സൂതക്കറിയായിട്ട് വെക്കണത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് അതിലേക്ക് വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെ ഇട്ട് പിന്നെ അതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. ഉള്ളിയും തക്കാളിയൊക്കെ വാടിയതിന് ശേഷമായിട്ട് ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കണത്. അതിനൊക്കെ നമ്മൾ സമയം കൊടുത്തതിന് ശേഷമേ നമ്മൾ പിന്നെ ക്യാമറ ഓൺ ആക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തുടർച്ചയായി നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഉള്ളിയും തക്കാളിയൊന്നും വാടിയിട്ടില്ലല്ലോ എന്ന്. എല്ലാം വാടിയെന്ന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞാരെയാണ് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ പുളി പിഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ കറി ഉണ്ടാക്കലുണ്ടോ? സൂതക്കറി എങ്ങനെ ഉണ്ടാക്കലെന്നൊന്ന് പറഞ്ഞുകൊണ്ടിട്ടോ. എന്നാൽ എനിക്ക് അതേ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. ഞാൻ എങ്ങനെയാട്ടോ ഉണ്ടാക്കൽ? എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്ന രീതിയിലല്ലേ ഉണ്ടാക്കല്ലേ. അപ്പോൾ ഞാൻ വേഗം ചോറും കറിയും പിന്നെ ഉപ്പേരി ഉണ്ട്. അത് ഒന്ന് ചൂടാക്കി എടുക്കണം. കാരണം ഇന്നലെ ഞാൻ ഉപ്പേരി വെച്ചത് ആർക്കും ഇന്നലെ ആവശ്യം ഉണ്ടായില്ല. വേറെ എന്തൊക്കെയോ അങ്ങനെ കഴിക്കാൻ ഉണ്ടായപ്പോഴേ അതുണ്ടായില്ല. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചു. അതൊന്ന് ചൂടാക്കി എടുക്കണം. നല്ല ഉപ്പേരിയാണ്. ഫുള്ളായിട്ടും അവിടെ തന്നെ ഉണ്ട്. പിന്നെ സൂതമീൻ കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കാരണം അതൊന്ന് പൊരിക്കണം. പിന്നെ കുറച്ച് ആ മത്തി കാണിച്ചു തന്നല്ലോ, ആ മത്തി ഒന്ന് മുറിച്ചിട്ട് പൊരിക്കണം. അമ്മ ഈ സൂതമീൻ കൂട്ടൂല. അതുകൊണ്ട് കറിയായിട്ട് ഈ സൂതമീനാണ് വെക്കണത്. അപ്പം അമ്മയ്ക്ക് കുറച്ച് മീൻ പൊരിക്കണം. അമ്മയ്ക്ക് കറി ഇല്ലെങ്കിലും മീൻ പൊരിച്ചതായാലും കുഴപ്പമില്ല. അപ്പം മത്തി പൊരിക്കണം, സൂതമീൻ കുറച്ച് പൊരിക്കണം. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കൊഴിയണത് അങ്ങോട്ട് പെട്ടെന്ന് തുടച്ചെടുക്കുകയും വേണം. എന്നാൽ പിന്നെ അടുക്കള ലാസ്റ്റ് പണി തീരുമ്പോഴേക്കുമ്പോഴേക്കും ഓവറായിട്ട് അടുക്കളയിൽ പണിയെടുക്കാണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലെ പണി കഴിയുമ്പോഴേക്ക് മൊത്തം നാശമായി കിടന്ന് ലാസ്റ്റ് ഒരു 1.5 പണിയെടുക്കേണ്ടി വരും. അപ്പം അപ്പം ഉള്ളത് അപ്പം തന്നെ തുടച്ചങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര വലിയ ബേജാറും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ മീൻ പൊരിക്കാനുള്ളൊരു തയ്യാറെടുപ്പാട്ടോ. ഞാനിതിലിടുന്നത് എന്താ അറിയാമോ? മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇടണുള്ളൂ കേട്ടോ. മീൻ പൊരിക്കാൻ വെളുത്തുള്ളി ഇല്ല, കാരണം തീർന്നുപോയി.
അപ്പോൾ അത് മറന്നു പോയതാണ് സത്യത്തിൽ പറയാനായിട്ട്. ഉള്ളത് ഞാൻ ഓർമ്മയില്ലാതെ കറിയിലേക്ക് ഇട്ട്. ഇത് പൊരിക്കണയിലേക്ക് വെക്കണം എന്നുള്ള ഓർമ്മ ഉണ്ടായില്ല. അപ്പോൾ അത് ഞാൻ കറിയിലേക്ക് ഇട്ട്. സാരമില്ല, ഇങ്ങനെ പൊരിച്ചെടുക്കാട്ടോ. ഞങ്ങൾ ഇങ്ങനെ പൊരിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമല്ലോ. എല്ലാം എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നല്ല അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. അപ്പോൾ അതിലേക്ക് ഇനി മീനൊന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. കുറച്ച് അതിൽ വെച്ചിനല്ലോ ഞാൻ. കറിയിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് കുറച്ച് ഇതിലേക്കും അങ്ങനെ അതൊന്ന് കുഴച്ചൊക്കെ എടുത്ത് അവിടെ വെക്കട്ടെ. കറി ആകുമ്പോഴേക്ക് ഈ മീൻ അവിടെ കുഴച്ച് വെക്കണത് ലേശം ഒന്ന് ഇതൊക്കെ ഒന്ന് പിടിച്ചോട്ടെ വിചാരിച്ചിട്ടാട്ടോ. എന്നാൽ നമുക്ക് ആ അടുപ്പത്ത് തന്നെ പൊരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോഴേക്കും മത്തി ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ പിന്നെ അടുപ്പ് ഫ്രീ ആവണ്ടല്ലോ. ഇത് ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോരോ കാര്യങ്ങൾ അതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പം കറി ഇങ്ങനെ അടുപ്പത്ത് വേവുണ്ട്. അപ്പോഴേക്ക് കുറച്ച് മീൻ മുറിക്കണം. അങ്ങനെ ഈ കറി വെന്തിട്ട് സൂതമീൻ പൊരിക്കണം. സൂതമീൻ പൊരിക്കാനാകുമ്പോഴേക്ക് ഈ മീൻ മുറിച്ച് കഴിയണം. ഇത് മുറിച്ചിട്ട് ഇതും ആ മസാലയിൽ തന്നെ എന്നിട്ട് കുഴക്കണം. എന്നിട്ട് ഇതും പൊരിക്കണം. തകൃതിയായ പണിയില്ല. കുറേ തുണിയുണ്ട് തിരുമ്പാനായിട്ട്. ഇപ്പോൾ കുറേയൊക്കെ മെഷീനിലേക്ക് എടുത്തിട്ട് സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെച്ചിന്. അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് അതൊന്ന് ഓൺ ചെയ്യുള്ളൂ കേട്ടോ. കാരണം അതിൻ്റെ വയറ് കിടക്കുന്നത് അടുക്കളയിലാണ്. അപ്പോൾ അതിവിടെ കുത്തിയിട്ട് വേണം പുറത്തേക്ക് ആക്കാൻ. അപ്പം ഈ വയറിവിടെ കുത്തി കഴിഞ്ഞാൽ അടുക്കളയിൽ പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും അടുക്കളയിലെ പണി കഴിഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ മീൻ മുറിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ കറിയൊക്കെ ഒന്ന് ഇറക്കിയേക്കാൻ വന്ന്. പിന്നെ ചീനച്ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടിയൊക്കെ ചൂടായാലേ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് സൂതമീൻ കുഴച്ച് വെച്ചിടണം. അപ്പോൾ എല്ലാവരും വിചാരിക്കും വെളുത്തുള്ളി ഒന്നും ഇടാതെ പൊരിച്ചാൽ എന്ത് ടേസ്റ്റാണ് ഉണ്ടാവുകയെന്ന്. പക്ഷേ വെറുതെ വിചാരിക്കാം കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെ പൊരിക്കലുണ്ട്. അപ്പോൾ അത് അടുപ്പത്തെ തീ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വെളിച്ചെണ്ണ കത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ചീനച്ചട്ടി ഇങ്ങോട്ടേക്ക് മാറ്റി എടുക്കുക കേട്ടോ. കാരണം വെളിച്ചെണ്ണ കത്തി പോകുക എന്നല്ലാതെ കരിഞ്ഞു പോകും പെട്ടെന്ന് മീൻ. അപ്പോൾ ഞാൻ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കി വെച്ചിട്ട് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ചെറിയൊരു വീഡിയോ ആയിട്ടൊന്ന്, വലിയ വീഡിയോ ഒന്നുമല്ല. ഈ വ്ളോഗൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് കൂട്ടുകാർ കമൻ്റായിട്ടൊക്കെ നമുക്ക് അറിയിക്കുന്നുണ്ട്. ഇനിയും കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വ്ളോഗ് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സൂതമീൻ പൊരിച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും മീനും മുറിച്ചിട്ട് മത്തി മുറിച്ച് ഞാൻ അപ്പോഴേക്ക് അതും ആ മസാലയിൽ തന്നെ ഇട്ടൊന്ന് കുഴച്ച് അതും ഒന്ന് ചീനച്ചട്ടിയിലൊക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇന്ന് രാത്രിത്തേക്കും ഉച്ചത്തേക്കും ഒക്കെ ഉള്ള ഭക്ഷണം ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിയിലൊരു സ്പെഷ്യൽ, ഉച്ചയ്ക്കൊരു സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ല. ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെക്കും, അത് നമുക്ക് രാത്രിക്ക് ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ സാധാരണക്കാരല്ലേ. സാധാരണക്കാരുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ വലിയ ആർഭാടം കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അത് ആ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് കുളിക്കാനുള്ള വെള്ളം വെച്ച് ഇത് നന്ദമോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ മെഷീനൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരോടും ബൈ ബൈ, സീ യു ഗൈസ്.